ഉത്തർപ്രദേശിലെ റായ്ബറേലിയും വിജയിച്ചതോടെ രാഹുൽ വയനാട് ഒഴിഞ്ഞേക്കും. വയനാട് കുടുംബമാണെന്നും ഉപേക്ഷിക്കില്ലെന്നും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനെത്തിയപ്പോൾ പറഞ്ഞിരുന്നു. എന്നാൽ റായ്ബറേലി നിലനിർത്താനാണ് പാർട്ടി തീരുമാനം എന്നാണ് വിവരം. ഈ വാർത്തയോടുകൂടി ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. ഇനി മിഡ് ഡേ ന്യൂസുമായി അഞ്ജന ചേരും. 2 സീറ്റിൽ മത്സരിക്കാമെങ്കിലും രണ്ടിടത്തും വിജയിച്ചാൽ MP ആയി ഒന്നിലേ തുടരാനാവൂ. കുടുംബപരമായി ബന്ധമുള്ള ഉറച്ച സീറ്റായ റായ്ബറേലി തുടരാനായിരിക്കും രാഹുലിന്റെ തീരുമാനം. അങ്ങനെയെങ്കിൽ തന്റെ കുടുംബമെന്ന് വിശേഷിപ്പിച്ച വയനാട് ഉപേക്ഷിക്കേണ്ടി വരും. കേരളത്തിലെ തെരഞ്ഞെടുപ്പിന് ശേഷമാണ് റായ്ബറേലി സ്ഥാനാർത്ഥിത്വം രാഹുൽ പ്രഖ്യാപിച്ചത്. രാഹുൽ കൈയൊഴിഞ്ഞാൽ പ്രിയങ്ക ഗാന്ധി വയനാട്ടിലെത്തുമെന്നാണ് കോൺഗ്രസ് നേതൃത്വം പ്രചരിപ്പിച്ചത്. 2019 തെരഞ്ഞെടുപ്പ് സമയത്തും ഇതേ സാഹചര്യമുണ്ടായെങ്കിലും അമേഠിയിൽ തോറ്റതോടെ അത് അവസാനിച്ചു. 4,31,770 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് രാഹുൽ ഗാന്ധി കഴിഞ്ഞ തവണ വിജയിച്ചത്. അത് ഇത്തവണ 3,64,422 കുറഞ്ഞു. MP ആണെങ്കിലും രാഹുൽ ഗാന്ധി വയനാട്ടിലെത്തിയിരുന്നില്ല. പൊതുജനങ്ങൾക്ക് നേരിട്ടുള്ള ബന്ധവും പാർലമെന്റ് അംഗവുമായി ഉണ്ടായില്ല. വികസന കാഴ്ചപ്പാടോ പദ്ധതികളോ ഇക്കാലത്തിനിടെ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് തീരെ ഉണ്ടായതുമില്ല. വോട്ട് കുറയുന്നതിന് അതെല്ലാം കാരണമായിട്ടുണ്ട്. അതേസമയം സീറ്റിനായി തർക്കങ്ങളും രൂപപ്പെട്ടിട്ടുണ്ട്. ചില സംസ്ഥാന നേതാക്കൾക്കുൾപ്പെടെ രാഹുൽ സീറ്റ് ഉപേക്ഷിച്ചാൽ വയനാട്ടിലെത്തണമെന്നുണ്ട്. ലീഗ് നേരത്തെ തന്നെ സീറ്റിനായി അവകാശവാദം ഉന്നയിച്ചിരുന്നു. ഏത് സീറ്റ് ഉപേക്ഷിക്കണമെന്നതിനെക്കുറിച്ച് തീരുമാനമെടുത്തിട്ടില്ല എന്നാണ് രാഹുലിന്റെ കഴിഞ്ഞ ദിവസത്തെ പ്രതികരണം. കൈരളി ന്യൂസ്, വയനാട്.